ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ ഉത്തരവാദി ആരാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുസ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുവായിട്ട് ചില സമയങ്ങളിൽ നിൽക്കുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എടുത്തുചാട്ടത്തോടുകൂടി സംസാരിക്കുന്നതോ, ഇത്തിരി ചില സമയങ്ങളിൽ എടുത്തുചാട്ടം കാണിക്കുന്ന എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടാകാം. പിന്നെ നിങ്ങൾക്കുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആണെങ്കിലും എന്തുതരം റിലേഷൻഷിപ്പ് ആണെങ്കിലും ആരോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങ് അതേ അളവിൽ തന്നെ നിങ്ങളെയും സ്നേഹിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതേപോലെ തന്നെ നിങ്ങളെയും കെയർ ചെയ്യണം. അതാണ് നിങ്ങളുടെ ഒരു ഇത്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കും, പക്ഷെ നിങ്ങൾ എന്നെ അതേ രീതിയിൽ സ്നേഹിക്കണം, അതേ അളവിൽ എന്നെ കെയർ ചെയ്യണം. കാരണം അങ്ങനെ സ്നേഹവും കെയറിങ്ങും വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ എക്സ്പെക്റ്റേഷൻസ് ചില സമയത്ത് എന്താ പറയാ, നിങ്ങൾക്കത് കൂടുതൽ ഒരു സഫറിങ് സ്റ്റേജിലോട്ട് കടത്തി വിട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ, അതായത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക പല കാര്യങ്ങളിലും. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെന്താ ചിന്തിക്കുന്നത്, അതിന് നമ്മൾ മാത്രമാണ് റെസ്പോൺസിബിലിറ്റി. മറ്റുള്ള വ്യക്തി, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മൾ ചിലപ്പോൾ അതേപോലെ സ്നേഹിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ ചതിക്കാം, ചീറ്റ് ചെയ്യാം, പലതും ചെയ്യാം. അത് അവരുടെ കാര്യമാണ്, നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്ത് ഒരുപാട് പണി മേടിച്ചിട്ടുണ്ട്. പണി മേടിച്ച് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ പല വ്യക്തികളെ വിശ്വസിച്ചിട്ടോ, പല വ്യക്തികളുടെ കൂടെ കൂടിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് വിശ്വസിച്ചിട്ടോ, സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു എടുത്തുചാട്ടം കൊണ്ടിട്ടോ, പൂർണ്ണമായിട്ടും എന്തൊക്കെയോ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് പണി മേടിച്ചിരിക്കുന്നു. സ്നേഹം കൊടുത്തു വാങ്ങിയ പണികൾ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നടന്നേക്കുന്നത്. അതായത് നിങ്ങൾ ശരിക്കും പല സിറ്റുവേഷൻസിലും പല കാര്യങ്ങളിലും പെട്ടപ്പോഴാണ് അത് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും വ്യക്തികളെ മനസ്സിലാക്കാനും ഒരുപാട് വൈകിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലായത്. അപ്പോഴത്തേക്ക് ഏകദേശം പരിപാടികളൊക്കെ മുറിവേക്കേണ്ട കാര്യങ്ങൾക്ക് മുറിവേറ്റ് കഴിഞ്ഞു. മനസ്സിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്.
പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് വേറെ ഉത്തരവാദികൾ ഇഷ്ടംപോലെ പേരുണ്ട്. ഇഷ്ടംപോലെ പേരെന്ന് പറയുമ്പോൾ ഈ നമുക്ക് സപ്പോർട്ട് നമുക്ക് തരേണ്ട ആളുകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാന്തി മാന്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്നത് അവിടെ എനിക്ക് സപ്പോർട്ട് കിട്ടും, നമ്മൾ ഇപ്പൊ ഒരു ദാഹിച്ചാൽ ഇന്ന സ്ഥലത്തു നിന്ന് വെള്ളം ചോദിച്ചാൽ അവർ വെള്ളം തരുമായിരിക്കും, ആ ഒരു ഇന്റൻഷൻ നമുക്ക് ഉണ്ടാവൂലേ. പക്ഷെ നിങ്ങൾ വെള്ളം ചോദിച്ചു ദാഹിച്ചപ്പോ നിങ്ങൾക്ക് വെള്ളം തന്നതുമില്ല, വെള്ളം തരാഞ്ഞത് പോട്ടെ, നിങ്ങളെ ഞാന്ന് പറഞ്ഞ് കോക്കറ് കാണിച്ച് വിടുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. നിങ്ങള് ഇപ്പൊ എന്താ പറയാ, നമുക്ക് തരാത്തത് പോട്ടെ, ഇപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ചോദിച്ചിട്ടുണ്ടാവും, പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, പല സിറ്റുവേഷൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടാവും, വ്യക്തികളെ പറ്റി ചോദിച്ചിട്ടുണ്ടാവും. എന്തിനും അത് എന്താ പറയാ, നിങ്ങള് പ്രശ്നക്കാര്, നിങ്ങള് സ്വൈര്യം കൊടുക്കാത്തവര്, നിങ്ങള് പല രീതിയിലുള്ള ആളുകൾ. അതാ ഞാൻ പറഞ്ഞത് കൊഞ്ഞനം കാണിച്ചു വിട്ടും. കാരണം അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഇതായി മാറി. കാരണം നിങ്ങൾ ഒരുപാട് ആ സ്നേഹിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടിലായി പോയി. പകരം നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണുവാണ് ഒരു ഇതും ഇല്ലാത്ത, അതായത് നമ്മളുടെ മുന്നിൽ തന്നെ കടല് പല കാര്യങ്ങളും എടുത്തോണ്ട് പോവില്ലേ, നമ്മളുടെ മുന്നിൽ നിന്ന് ഒലിച്ചോണ്ട് പോവില്ലേ, അല്ലെങ്കിൽ എടുത്തോണ്ട് പോവില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ മറ്റു പല ആളുകളും എന്താ പറയാ, ഒരു എടുത്തോണ്ട് പോയ പോലെ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന പോലെ, മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ, പ്രവർത്തിക്കുന്നത് പോലെ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വന്നപ്പോ കയ്യും കെട്ടി വെറുതെ നോക്കിയിരിക്കാൻ ഒരു എന്താ പറയാ, ഒന്നും ചെയ്യാൻ കഴിയാതെ, പ്രതികരിക്കാൻ പോലും പറ്റാതെ നിങ്ങൾ ഒരു പൊട്ടിത്തെറി പോലെ, മാനസികമായ പൊട്ടിത്തെറി പോലെ നിങ്ങൾ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നുപോയി. അതാണ് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾ എവിടെയാണോ സ്നേഹം കൊടുത്തത്, നിങ്ങൾ എവിടെയാണോ പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തത്, സ്നേഹം, വിശ്വാസം, പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തത്, അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ, വേദനിപ്പിക്കാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങൾക്ക് കിട്ടി. ഒരാൾക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റുമോ, കെയറിങ് കൊടുക്കാൻ പറ്റുമോ, എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അതെല്ലാം നിങ്ങൾ ചെയ്യുകയും ചെയ്തു. അവസാനം നിങ്ങൾ എന്തായി? കറി ലീവ്സ്, കറിവേപ്പില. അതാണ് ഇവിടെയുള്ള പരിപാടികൾ. നിങ്ങൾ വൈകിയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും മനസ്സിലാക്കി, ഇതല്ല അതാ സിറ്റുവേഷൻസ്. പക്ഷെ ആ മനസ്സിലാക്കിയ സമയം ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്കും പെട്ടുപോയ ഒരവസ്ഥയായി. കാരണം ഇത് മറ്റുള്ളവര് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഒരു വില കൂടിയ ഒരു സാധനം വാങ്ങിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വാങ്ങിക്കുന്നു, നമ്മൾ വളരെയധികം ആശിച്ച് വാങ്ങിക്കുന്ന ഒരു സാധനം, ആ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല, അത് മറ്റുള്ളവർ ഉപയോഗിക്കുകയാണ്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. പക്ഷെ ആ സാധനത്തിന്റെ കാര്യങ്ങളെല്ലാം, നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കണം. ഇതൊക്കെയുള്ള പരിപാടി. കാരണം ഇവിടെ പുറത്തുനിന്നുള്ള കുത്തല്, നിങ്ങൾക്ക് താങ്ങും തണലോ ആകേണ്ട ആളുകളുടെ ഒരു കുത്തല്, സംസാരങ്ങള്, ഒരു ബുദ്ധിമുട്ട്, കാര്യങ്ങള് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളെ കൂടാതെ അവരായിട്ട് ബന്ധപ്പെട്ടവരും അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളും
നിങ്ങളെ വന്ന് നല്ല രീതിക്ക് കുത്തുന്നു, വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ബാലൻസ് ഇല്ലായ്മ പോകുന്നു. കാരണം ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കങ്ങളിലോട്ടൊക്കെ വിടുന്നു. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള വ്യക്തികളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടം വരെ മാനസിക വിഷമം അനുഭവിക്കാൻ പറ്റുമോ അവിടം വരെ നിങ്ങളെ ചില സമയത്ത് ഈ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളിപ്പോ ഒരു ആൾക്ക് സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിന് അവരെ അർഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. സ്നേഹം പൈസ കൊടുത്താൽ കിട്ടൂലല്ലോ. നമ്മൾ സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലേ കാര്യമുള്ളൂ. അപ്പൊ അത് കൊടുക്കുന്ന സ്ഥലം അതിന് ഡിസേർവ് ആണോ? ഇപ്പൊ നമ്മൾ 5 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ 5 രൂപയുടെ സാധനം ചിലപ്പോൾ അവര് നല്ല പൊന്നു പോലെ കൊണ്ടു നടക്കുന്നവരുണ്ടാവും. ഒരു 50,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചിരിച്ച് ആ സമയത്ത്, ആ സെക്കൻഡ് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. പക്ഷെ 5 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ച ആള് ചിലപ്പോ നമ്മളെപ്പോഴും ഓർക്കും. നമ്മൾ പോലും മറന്നിട്ടുണ്ടാവും. 50,000 രൂപ മേടിച്ച വ്യക്തി അത് കഴിയുമ്പോ ആ വ്യക്തിയുടെ മനസ്സിന്റെ അകത്ത് നിന്ന് അത് പോവും. പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യും? വേറെ 1 ലക്ഷം കിട്ടുന്ന പരിപാടിയിലോട്ട് തിരിയും, പിടികിട്ടിയ. അപ്പൊ അത് ആർക്കാണെന്നുണ്ടെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നമ്മളെ ആ സ്ഥലം ഡിസേർവ് ആണോ, അല്ലെങ്കിൽ അവരതിന് ഡിസേർവ് ആണോ, ഒന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, അല്ലെങ്കിൽ ഒരാളോ ഒന്ന് കെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹം വാരി വിതറും, വാരിക്കോരി കൊടുക്കും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ, നിങ്ങൾ എങ്ങി വലിഞ്ഞാണെന്നുണ്ടെങ്കിലും പലതും ചെയ്യും. ബട്ട് പണി നല്ല രീതിക്ക് വാങ്ങിക്കേണ്ടി വന്നു. മെന്റൽ ടെൻഷനാണ് കൂടുതൽ ഉണ്ടായേക്കുന്നത്. പുതിയ ലൈഫൊക്കെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പുതിയ പരിപാടികളിലോട്ടൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ടെൻഷൻ അടിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ചിന്തകൾ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് പോവുക. അല്ലാന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹം വാരി വെതറിയാലും, എന്ത് പരിപാടികൾ വാരി വെതറിയാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിനെ അർഹിക്കുന്നുണ്ടോ എന്നോട് ചിന്തിക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടും പോകും, മറ്റുള്ളവര് ഇങ്ങനെ ലല്ലലപടി നടക്കുകയും ചെയ്യും. കാരണം അതാണ് ഇവിടെ ഉള്ളത്. എക്സ്പെക്ട് മിറാക്കിൾസ്. കട്ട് ദ കോഡ്സ്. ട്രാൻസ്ഫോർമേഷൻ. ഗാർഡിയൻ ഏഞ്ചൽ. ഓക്കെ, ഗാർഡിയൻ ഏഞ്ചൽ, ടേക്ക് ചാർജ് ആൻഡ് ആക്ഷൻ, ഈസ് ആൻഡ് ഗ്രേസ്, കട്ട് ദ കോഡ്സ്. ഓക്കെ, അതായത് ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഏഞ്ചലിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നിങ്ങൾ പോസിറ്റീവായിട്ട് ഉള്ള ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ടാവാം, മോട്ടിവേഷൻ തരുന്ന ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് അതുവഴി ശാന്തി, സമാധാനം, ഒരു വൈബ് കിട്ടുന്നുണ്ടാകാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ ഒരിക്കലും ഒരു പരിചയമില്ലാത്ത വ്യക്തി സംസാരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിനൊരു ശാന്തി, സമാധാനം, ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. നിങ്ങളുടെ കുടുംബത്തിലെ ആരോ ആണ് എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അതൊരു ഏഞ്ചലിന്റെ ഒരു പ്രസൻസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ടേക്ക് ചാർജ് ആൻഡ് ആക്ഷൻ, ഈസ് ആൻഡ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക, ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിന് ആക്ഷൻ എടുക്കുക.
ഓക്കെ. എക്സ്പെക്ട് മിറാക്കിൾസ്, അതായത് ഇനി ഇത് നടക്കില്ല, ഇനി ഒരു പരിപാടി ഇല്ല, അങ്ങനെയൊക്കെ വിശ്വസിച്ചിരിക്കാതെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അതിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ചില ആളുകൾക്ക് പ്രതീക്ഷ നശിച്ചവരുണ്ട്, വിശ്വാസം കെട്ടുപോയവരുണ്ട്. ഒന്നും ഇനി നടക്കാൻ പോണില്ല, ഇനി ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്, ഇനി അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ടോട്ടൽ ഒരു അവിയൽ പരിപോയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വിട്ടേക്കുന്നേ, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. കട്ട് ദ കോട്സ്, ആവശ്യമില്ലാത്തത് വിട്ടേക്ക്, നെഗറ്റീവ് തോട്ട്സിനൊക്കെ മറന്നേക്കുക. ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോഴേ അതിന് എന്താ പറയാ, ഒരു എൻഡ് ഉണ്ടെങ്കിൽ ഒബിയസ്ലി അതിനൊരു റീബർത്ത് ഉണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. അത് നമ്മൾക്ക് ഉണ്ടാകും. കഴിഞ്ഞത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും തിരുത്താൻ പറ്റത്തില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നതിനെ മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ വിശ്വസിക്കുക. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. അതാണ്, അത്രേ ഉള്ളൂ. യെസ്, അത് തന്നെയാണ് എൻ്റെ ആൻസർ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.